ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂണിഫോമിൻ്റെ കോട്ടിൻ്റെ കോളർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കോളർ കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മളിതൊരു പേപ്പർ ക്യാൻവാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻവാസിനെ നമ്മൾ ഇതുപോലെ നേർപകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു. നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇത് നമ്മുടെ ഈ ഒരു സ്കെച്ച് നമ്മുടെ ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു സ്കെച്ച് നിർമ്മിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ എങ്ങനെയാണ് ഈ ഒരു സ്കെച്ച് കട്ട് ചെയ്തെടുക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു കോളറിനെ ഇതുപോലെ വെച്ച് കണ്ടോ, ഈ ഒരു സ്കെച്ചിനെ ഇതുപോലെ വെച്ച് ഇങ്ങനെ വരിക. കണ്ടോ, നമ്മുടെ സാധാരണ കോളർ കട്ട് ചെയ്യുന്നതിന് വ്യത്യസ്തമായി ഈ ഒരു കോൺ വശം നമ്മുടെ പോയിന്റ് വരുന്ന ഭാഗം ഉൾവശത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു കോളർ കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, സാധാരണ ഇത് ഇവിടെ നിന്ന് നമുക്ക് പോയിന്റ് ആയിട്ടാണ് വരുന്നത്, എന്നാൽ നമ്മൾ ഉൾവശത്തേക്കാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെയാണ് ക്യാൻവാസ് ഉണ്ടാവുക. ഇത് നമ്മുടെ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്, ഇത് നമ്മുടെ പോയിന്റ് എടുക്കുന്ന ഭാഗമാണ്. ഇത് നമുക്ക് നമ്മുടെ കോട്ടിൻ്റെ തുണിയിൽ നമുക്ക് ഇതുപോലെ വെച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മുടെ ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമ്മുടെ മാർക്ക് ചെയ്തില്ല, കണ്ടോ, ഈ ഒരു മാർക്കിങ് വരുന്ന ഫിറ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. ഇവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ആവശ്യമുള്ള തുണി മാത്രം അവിടെ വെച്ച് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്നും നമ്മൾ ഇതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മളിതിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു പീസിൻ്റെ മുകളിൽ കണ്ടോ, നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കും. കണ്ടോ, ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇവിടെ നിന്ന് നല്ലോണം കെട്ടിയടിച്ചതിന് ശേഷം ഇവിടെ വരെ ഈ ഒരു പോയിന്റിനേക്കാൾ ഒരു സൂചി കുത്തു മുന്നേ നിർത്തുക. എന്നിട്ട് നമ്മളൊരു നൂല് ഇതുപോലെ 2 മടക്കായി എടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടി കണ്ടോ, ഈ ഒരു പീസുകളെ ഇടയിൽ കൂടി സൂചിക്ക് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് ഒരു കുത്ത് നമ്മൾ വീണ്ടും കുത്തുക. അപ്പോൾ നമുക്കവിടെ നൂല് കുടുങ്ങി കിട്ടും. ഇനി അതിനുശേഷം ഇതിനെ നല്ലവണ്ണം ഒന്ന് പിരിച്ചു കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, നൂലിനെ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തുക. ഇനി നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ നൂല് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നൂലിട്ടതിന് ശേഷം ഇതുപോലെ ചെയ്യുക. കണ്ടോ, ഇതുപോലെ നൂല് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പോയിന്റോടുകൂടി കറക്റ്റ് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കോൺ വശത്തൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നമുക്ക് നല്ല ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നമുക്ക് ഇവിടെ നമ്മുടെ കോളർ ബോഡിയിൽ ഫിറ്റ് ചെയ്യാനുള്ള തുന്നത്തുണി മാത്രം വെച്ച് ബാക്കി ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്റർ വശം മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ പിടിച്ച് കണ്ടോ, നേർപകുതിയിൽ കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കോളറിനെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നെക്കിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കിവിടെ കൂടുതലായിട്ടാണ് നമ്മൾ ബോഡിയിൽ തന്നെയാണ് വെക്കുക. കോളർ നമ്മൾ അളവിൽ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു ക്യാൻവാസ് വരുന്ന ഇവിടെ വരെ നമുക്ക് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇത് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കറക്റ്റാണ്, ഈ ഒരു മാർക്കിൽ കറക്റ്റാണ്.
അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമുക്കൊരു മടക്കി സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാകുക. ഇതിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടുക. കേട്ടോ, നമ്മുടെ ആ ഒരു പീസ് ജോയിൻ്റ് ചെയ്ത ഭാഗമാണിത്. ഇതുപോലെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം ഉൾവശത്തേക്ക് മാറ്റിയ ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ എൽ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വരിക. കേട്ടോ, ഇവിടെ നിന്ന് ഇവിടെ ഒന്ന് നിർത്തി ഇവിടെ നിന്ന് മുകളിലോട്ട്. കേട്ടോ, നമുക്ക് ഇവിടെയുള്ള അധിക പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു എൽ വരുന്ന കോണ് വരുന്ന ഭാഗത്ത് നമ്മളൊരു കറക്റ്റ് കട്ടിങ് കൊടുക്കുക. അതിനുശേഷം ഇതിനെ മറിച്ചിടാം. കണ്ടോ, നമുക്ക് ഇതുപോലെ കിട്ടും. ഈ ഒരു എൽ ഷേപ്പിൽ കണ്ടോ, അവിടെ കണ്ടോ, ഇതുപോലെ കോണായിട്ടാണ് കിട്ടുക. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗവും നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. രണ്ടാമത്തെ ഭാഗവും നമ്മൾ അതുപോലെ തന്നെ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ കറക്റ്റ് അളവിൽ രണ്ടാമത്തെ ഭാഗവും സ്റ്റിച്ചിങ് ചെയ്യുക. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ കട്ടിങ് കൊടുത്ത് കണ്ടോ, ഈ ഒരു കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ഈ രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ഇവിടെ ഒന്ന് ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ ഒന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇവിടെ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കറക്റ്റ് നമ്മളവിടെ മടക്കി കൊടുത്ത് കറക്റ്റ് കണ്ടോ ഇവിടെ വരെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി ഇതുപോലെ കൊടുത്ത് ഇവിടെ നമ്മുടെ ആ രണ്ട് പീസുമാണ് ഇവിടെ ഉണ്ടാകുക. ആ പീസുകൾ തെന്നിമാറി പോകാതിരിക്കുവാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് ഇവിടെയും കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് ഇവിടെയും നമ്മൾ അതേ രീതിയിൽ നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളത് സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് പ്രഷർ വുഡിൻ്റെ വീതിയിൽ താഴോട്ടേക്ക് ബോട്ടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റ് പിടിച്ച് നമുക്ക് ഇവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇത് കോളർ ഫിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മളിത് ഒരു കോളറിനെ മറിച്ചിടുകയാണ്. കേട്ടോ, നമ്മൾ ആ ഒരു പോയിന്റിൽ കറക്റ്റ് നൂല് കൊടുത്താൽ നമുക്കിതുപോലെ വലിച്ചാൽ നമുക്ക് ആ കോണ് നല്ല വൃത്തിയോടുകൂടി കോളറിൻ്റെ പോയിന്റ് കിട്ടും. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടുകയാണ്. മറിച്ചിട്ടതിന് ശേഷം നമുക്കിതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ, കോളർ കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമ്മുടെ കോട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് നമ്മുടെ ആ ഒരു കോൺ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ആ ഒരു എൽ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത്. കേട്ടോ, ഇവിടെ നമ്മുടെ കോളർ ഫിറ്റ് ചെയ്യുകയാണ്. നമ്മൾ കോട്ടിൻ്റെ നല്ല വശം മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ കോട്ടിൻ്റെ സെൻറ്റർ വശം ഇവിടെ കണ്ടു, സെൻറ്റർ വശമൊക്കെ കറക്റ്റ് ചെയ്ത് കോട്ടിൻ്റെ സെൻറ്റർ വശവും അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്റർ വശവും കറക്റ്റായിട്ട് കിട്ടണം. ഇതുപോലെ കറക്റ്റ് കണ്ടോ, ആ ഒരു പോയിന്റിൽ ആ ഒരു കോണിൽ തന്നെ കറക്റ്റ് സ്റ്റിച്ചിങ് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ ചെയ്യുന്നു. ഇനി അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഇവിടെയുള്ള തുന്നത്തുണിയൊക്കെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം നഖം വലിച്ചു കൊടുക്കാൻ. അതിനുശേഷം ആ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഇവിടെ കണ്ടോ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള തുന്നത്തുണിയൊക്കെ നമുക്കൊരു സൂചി കൊണ്ട് ഉള്ളിലോട്ട് തള്ളി വെച്ച് കൊടുത്ത് കറക്റ്റ് നമുക്ക് വൃത്തിയോടുകൂടി അതിൻ്റെ സ്റ്റിച്ചിങ് ഭാഗങ്ങളൊന്നും പുറത്തേക്ക് വരാതെ രീതിയിൽ കറക്റ്റ് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് കോളറിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നത്.
കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇവിടെയും കണ്ടോ നമുക്കൊരു സൂചി കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ കുത്തി ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള തുണിയുടെ ഭാഗങ്ങളൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്കവിടെ തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മളിവിടെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ചുളുക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്കിവിടെ ചുളുക്കൊന്നും വരാതെ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺവശമൊക്കെ കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടിയത് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിതിൻ്റെ കോട്ടിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.